മിസ് റൈസ ബിജു. ഹലോ, ഞാനൊരു മുഖ്യ പ്രഭാഷണം ഒന്നും ചെയ്യാനായിട്ടില്ല. ഞാന് 25 കൊല്ലായി പഠന മേഖലയിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഇപ്പൊ ഞാന് ഇഗ്നോയുടെ പഠനത്തിന്റെ രീതികളൊക്കെ കണ്ട് ഇഷ്ടായിട്ട് ചേർന്നതാണ്. ആദ്യമായിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഞാൻ ചേർന്നിരിക്കുന്നത്. ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും മുഹമ്മദ് മാഷ്ടെ പ്രോത്സാഹനജനമായ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു എന്തുസിയാസം തന്നിട്ടുണ്ട്. അപ്പൊ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. പഠിക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു എനിക്ക്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര എനർജിയായി, ഭയങ്കര സന്തോഷമുണ്ട്. ഇഗ്നോയിൽ ചേർന്ന് പഠിക്കാനും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാനൊക്കെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി സമയം ഓരോ ദിവസത്തില് 2 മണിക്കൂർ വീതം അങ്ങനെ ചെലവഴിക്കണു. പിന്നെ ഒരു കൊല്ലൊക്കെ കഴിയട്ടെ, അപ്പൊ കുറച്ചും കൂടി എനർജറ്റിക് ആവാം. എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്നും അറിയില്ല. ഓക്കെ, താങ്ക് യു എവരിബഡി. ഓക്കെ മിസ് റൈസ ബിജു, സത്യത്തിൽ താങ്കൾ ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ 4 സുപ്രധാനമായ പോയിന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. താങ്കളിലെ അറിയാതെ തന്നെ താങ്കളിലെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ പ്രത്യേകത. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ പരസ്പരം നേരത്തെ നമ്മൾ ഇങ്ങനെ മുഖാമുഖം സംസാരിച്ചിട്ടില്ല. ഗോഡ് പ്രോമിസ്, നമ്മൾ മുഖാമുഖം സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ ഫോണിലൂടെ എന്തോ നമ്മളൊന്ന് സംസാരിച്ചു, പിന്നെ അഡ്മിഷന് വേണ്ടി ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബന്ധമല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിലെ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്ത് എടുക്കുക, അവരെ പരമാവധി ബൂസ്റ്റ് ചെയ്ത് ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക. സ്റ്റാർട്ടിങ് പഠന കാലയളവിലെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുക. അപ്പൊ അത് ജോലിയൊക്കെ കിട്ടി പിന്നെ നമ്മൾ വിദേശത്തേക്കൊക്കെ പോയി ഡോളർ നമുക്ക് സമ്പാദിക്കാം. ആ ഉള്ള ഒരു പഠന കാലയളവിൽ നമ്മൾ നമ്മളുടെ സൊസൈറ്റിക്ക് കമ്മിറ്റ്മെന്റ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഞാൻ താങ്കളെ ഐഡന്റിഫൈ ചെയ്തതും. ഞാൻ ഒരു 95% അക്കാര്യത്തിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണത്തിൽ ഒന്നാണ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ചില പോസിറ്റീവ് ഹൈപ്പോത്തിസിസ് എടുക്കുകയും ആ പോസിറ്റീവ് ഹൈപ്പോത്തിസിസ് ധൈര്യപൂർവ്വം അവതരിപ്പിക്കുകയും ആ ധൈര്യപൂർവ്വം അവതരിപ്പിച്ച പോസിറ്റീവ് ഹൈപ്പോത്തിസിസ് അത് വീണ്ടും കറക്റ്റ് H1ലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിക്കുകയും ചെയ്യുക. ഇതൊക്കെ താങ്കൾ ഇനി പഠിക്കാൻ പോകുന്ന ടേം ആണ് കേട്ടോ, റിസർച്ചിൽ പഠിക്കാൻ പോകുന്നതാണ്. ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസിലെ H1 നേടുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ സ്വാഭാവികമായും H0 സംഭവിക്കാം, ഒരു നൽ ഹൈപ്പോത്തിസിസിൽ വരാം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പുതിയ ഒരു ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ വീണ്ടും ആർജിത ഊർജത്തോടുകൂടി നമ്മൾ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എനിഹൗ, താങ്കൾ ഇവിടെ 4 പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. ആ 4 പോയിന്റ് ആർക്കെങ്കിലും 1 or 2 പോയിന്റ് മിസ് റൈസ ബിജു നമ്മളുടെ പ്രോഗ്രാമില് ഇന്നത്തെ മീറ്റിംഗില് നമ്മൾ ചെയ്തിരിക്കേണ്ട 4 കാര്യം അവർ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മിസ്റ്റർ പ്രവീൺ 10 കാര്യങ്ങളിൽ കൂടുതൽ അത് പറഞ്ഞു. ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അതൊക്കെയാണ് നമുക്ക് സത്യത്തിൽ ഇവിടെ വേണ്ടത്. ഡെലിബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വെബിനാറും ട്രെയിനിങ്ങും. ഞാൻ മിസ്റ്റർ പ്രവീണിനെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഈ വീഡിയോ ഈ ലിങ്കിൽ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തത് വെൽക്കം സ്പീച്ചിന്. അവർ പോലും അറിയാതെയാണ് മിസ് റൈസ ബിജുവിനോട് ഞാൻ അങ്ങോട്ട് ഓവർ ഡൊമൈൻ അങ്ങോട്ട് തള്ളിക്കയറി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും പക്ഷെ അവർ ശിരസ വഹിച്ച് ആ കാര്യം നിറവേറ്റുകയും ചെയ്തു. അതിലൊക്കെ നമ്മൾ വളരെ ഭംഗിയായി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആർട്ട്. പണ്ട് ഷെല്ലി വാനമ്പാടിയ സ്കൈലാർക്കിനെ ഓർത്തുകൊണ്ട് ഒരു പ്രസക്തമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു വേർഡ് ഉണ്ട്, ഒരു ഫ്രേസ് ഉണ്ട്, വിച്ച് ഈസ് എൻ അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്. ഇംഗ്ലീഷുകാർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്. സ്കൈലാർക്കിന്റെ ആ വാനമ്പാടിയുടെ
കുയിൽ നാദമുണ്ടല്ലോ, അത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാത്ത, ഒരു തിരക്കഥയൊന്നും ഇല്ലാത്ത, ഒരു അൺപ്രീമെഡിറ്റേറ്റഡ്, അണ്ണുണ്ട് ഒരു പ്രീ ഉണ്ട്, ഇതൊക്കെ നെഗറ്റീവ് ടേമിന് വന്നിട്ട് ഒരു മെഡിറ്റേറ്റഡ് ആർട്ട് എന്നുള്ള ഒരു നല്ല ഒരു വാക്കിന്. അപ്പൊ അത് സ്വയസിദ്ധമായി കൂവുകയാണ്, ലോകത്തെ എല്ലാവർക്കും ഹർഷപുളകിതമാക്കാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് കൂവുകയാണ്. അങ്ങനെ നമ്മൾ ലോകത്തെ ഉണർത്താൻ വേണ്ടി തയ്യാറാകണം. അതിനാണ് വിദ്യാഭ്യാസം ആർജിക്കുന്നത് എന്ന് പറയുന്നത്. എന്തായാലും ദയവ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മളുടെ വെബിനാറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 2 കാര്യങ്ങൾ ഞാൻ എല്ലാ പാർട്ടിസിപ്പന്റിനോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു നോട്ട്ബുക്കും പേനയും എല്ലാ വെബിനാറിലും കയ്യിൽ വച്ചിരിക്കണം. എല്ലാ വെബിനാറിലും എല്ലാ സെക്കൻഡ് സൺഡേയും 4th സൺഡേയും നമ്മൾ ഇതുപോലെ ഒത്തുകൂടും. ഉള്ളവരെ വെച്ച് നമ്മൾ ഒത്തുകൂടും. എവരി സെക്കൻഡ് സൺഡേ ആൻഡ് 4th സൺഡേ. ഇപ്പൊ ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു സമയം പ്രയാസം തന്നെയാണ്. നമ്മൾ അവരെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ റെക്കോർഡഡ് വേർഷൻസ് നിർബന്ധമായും അവരും എൻജോയ് ചെയ്യുകയും, ചിലത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചില പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സംഗതികൾ ഉച്ചയ്ക്ക് ശേഷം 2 to 5 ഒരു മീറ്റിംഗും നമ്മൾ വയ്ക്കുന്നുണ്ട്. അത് ആദ്യത്തെ കുറച്ച് ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം. അപ്പൊ ഞാനിപ്പോ മിസ്റ്റർ പ്രവീൺ പറഞ്ഞതും മിസ് റൈസ ബിജു പറഞ്ഞതുമായിട്ടുള്ള സംഗതികളിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നിശ്ചയിച്ച തിരക്കഥയല്ല, മറിച്ച് ഇവർ പറഞ്ഞ മിസ് റൈസ ബിജു പറഞ്ഞ ആ 4 പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? മിസ്റ്റർ പ്രവീൺ പറഞ്ഞ ആ ഒരു 10ൽ കൂടുതൽ പോയിന്റുകൾ എന്താണ്? അഥവാ ആസ് എ ഇഗ്നോ ലേണർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അദ്ദേഹം ചെയ്തു, ഇവരും ചെയ്തു. അത് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് കുറിച്ചിടുക. ഒരു 3 മിനിറ്റ് സമയം ഞാൻ തരുന്നു. സെന്റൻസ് ആക്കി എഴുതേണ്ട കാര്യമെന്നില്ല, പോയിന്റൈസ് ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു